നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാന്തോക്യോപനിഷത്ത് എപ്പിസോഡ് 111. ഈ അക്ഷരത്തെ പറ്റി ഇങ്ങനെ അറിയുന്നവരും അറിയാത്തവരുമായ രണ്ടു കൂട്ടരും അത് മുഖേന കർമ്മം ചെയ്യുന്നു. എന്നാൽ വിദ്യയും അവിദ്യയും ഭിന്നമാകുന്നു. വിദ്യ, ശ്രദ്ധ, യോഗം, ഉപനിഷത്ത് എന്നിവയോട് കൂടി ചെയ്യുന്ന കർമ്മം മാത്രമേ വീര്യവത്താവുകയുള്ളൂ. അത് അക്ഷരമായ ഓംകാരത്തിൻ്റെ വ്യാഖ്യാനമായി ഭവിക്കുന്നു. പ്രജാപതിയുടെ പുത്രന്മാരായ ദേവന്മാരും അസുരന്മാരും എന്തിനു വേണ്ടിയാണോ യുദ്ധം ചെയ്തത്, അതിൽ ദേവന്മാർ ഉദ്ഗീതത്താൽ അസുരന്മാരെ പരാജയപ്പെടുത്താമെന്ന ചിന്താഗതിയിൽ അതിനെ ഉപാസിച്ചു. ആ ദേവന്മാർ നാസികയിലെ പ്രാണനെ ഉദ്ഗീതമാക്കി ഉപാസിച്ചു. അസുരന്മാരാകട്ടെ ആ പ്രാണനെ പാപത്താലും വേദിച്ചു. അതുകൊണ്ടാണ് നാസിക സുഗന്ധം ദുർഗന്ധം എന്ന രണ്ടിനെയും കാണിക്കുന്നത്. എന്തെന്നാൽ അത് പാപത്താൽ വേദിക്കപ്പെട്ടു. അനന്തരം അവർ വാക്കിനെ ഉദ്ഗീതമായും ഉപാസിച്ചു. ആ വാക്ക് അസുരന്മാർ പറഞ്ഞാൽ വേദിച്ചു. അതിനാൽ ജനങ്ങൾ സത്യമെന്ന പോലെ അസത്യവും പറയുന്നു. എന്തെന്നാൽ വാക്കാകുന്ന അത് പാപത്താൽ വിദ്ധമായി. അനന്തരം അവർ ചക്ഷുഷിനെ ഉദ്ഗീതമായി ഉപാസിച്ചു. അസുരന്മാർ അതിനെയും പാപത്താൽ വേദിച്ചു. തന്മൂലം ജനങ്ങൾ ദർശനീയവും അദർശനീയവും കാണുന്നു. എന്തെന്നാൽ അത് പാപത്താൽ വിദ്ധമായി. അനന്തരം ആ ദേവന്മാർ ശ്രോത്രത്തെ ഉദ്ഗീതമായി ഉപാസിച്ചു. അസുരന്മാർ അതിനെയും പാപത്താൽ വേദിച്ചു. തന്മൂലം ജനങ്ങൾ കേൾക്കേണ്ടതും കേൾക്കേണ്ടാത്തതുമായത് കേൾക്കുന്നു. എന്തെന്നാൽ ശ്രോത്രം പാപത്താൽ ഭിന്നമായി. നമസ്കാരം. അടുത്ത എപ്പിസോഡിലെ ബാക്കി.